നബിയെ, അങ്ങേ ഈ ലോകത്തിന് അനുഗ്രഹമായിട്ടല്ലാതെ നാം പഠിച്ചിട്ടില്ല. അവിടെ തന്നെയാണ് നമ്മൾ നിൽക്കേണ്ടത് കേട്ടോ. അവിടെ നിന്നാണ് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജനിച്ച ഉടനെ മാതാവ് വിവരം അറിയിക്കുകയാണ്. അബ്ദുൽ മുത്തലിബ് ഓടി വരികയാണ്. ആ പിഞ്ചോമന പൈതലിനെ എടുത്തുകൊണ്ട് നേരെ മക്കയിലേക്ക് ഓടുകയാണ്, കഅബയിലേക്ക് ഓടുകയാണ്. കഅബയിലേക്ക് ചെന്നുകൊണ്ട് കഅബയുടെ നേരെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു പേരുച്ചരിക്കുന്നു, മുഹമ്മദ് എന്ന പേരുച്ചരിക്കുന്നു. മക്കക്കാരാകെ ധരിച്ചു. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പേര് അവിടെ കേൾക്കുന്നത്. ഇവർക്കെല്ലാം തന്നെ ഇതുപോലെയുള്ള ഈ ഗർഭസ്ഥ അവസ്ഥയിൽ തന്നെ അബ്ദുൽ മുത്തലിബിനായാലും ഇത് നബിയോട് ബന്ധപ്പെട്ട അവരുടെ കുടുംബങ്ങൾക്കൊക്കെ എന്തൊക്കെയോ ഒരു ചെറിയ രീതിയിലുള്ള ഒരു സംഭവങ്ങളൊക്കെ മനസ്സിനിങ്ങനെ തോന്നുക. പല സംഭവങ്ങളും ഇങ്ങനെ സംഭവിക്കാനുണ്ട്, വരാനുണ്ട് എന്നുള്ള ഒരു സംഭവങ്ങളൊക്കെ അവർക്ക് ഇങ്ങനെ ചിന്തയിൽ വരികയാണ്. ആ ഒരു ചിന്തയിൽ നിന്നുകൊണ്ട് തന്നെയാണ് കഅബയിലേക്ക് അബ്ദുൽ മുത്തലിബ് പിഞ്ചോമനയെ എടുത്തുകൊണ്ട് പോവുക. മുഹമ്മദ് നാമകരണം ചെയ്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് തിരിച്ചു വരുന്നു. ആമിനയെ ഏൽപ്പിക്കുക. ആമിന ബീവിയെ കുഞ്ഞിനെ ഏൽപ്പിച്ചു. എന്നിട്ട് ആമിന ബീവി കുഞ്ഞിനെ താരാട്ടുകയാണ്. ലോകത്തൊരു ഉമ്മമാരും ഒരു മകൻ ഇത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ടാവില്ല. ആമിന ബീവിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ച് പോറ്റി വളർത്തിയതുപോലെ ലോകത്തൊരു ഉമ്മയും അത്രയും ത്യാഗം സഹിച്ച് ഒരു മകനെയും വളർത്തിയിട്ടില്ല. ആ ഉമ്മ അല്പകാലം മാത്രമാണ് ആ മകനെ പോറ്റാൻ കഴിഞ്ഞിട്ടുള്ളൂവെങ്കിലും ഒരുപാട് സന്ദേശങ്ങൾ ആ മകന് നൽകിയ ചെറുപ്രായത്തിൽ തന്നെ ആ മകന് നൽകിയിട്ടാണ് മഹദി നമ്മിൽ നിന്ന് വിട്ടുപോയത്. ഉമ്മയെ കുറിച്ച് പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞ പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ, താരാട്ടാനുമ്മയെ പോലെ വേറൊരു കൂട്ടുണ്ടോ, താലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ, താരാട്ടാനുമ്മയെ പോലെ വേറൊരു കൂട്ടുണ്ടോ. ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട്, ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട്, സ്നേഹക്കാവാണ് ഉമ്മ സഹനക്കടലാണ്, സ്നേഹക്കാവാണ് ഉമ്മ സഹനക്കടലാണ്. ഉമ്മാന്റെ കാൽപ്പാടിലാണ് സ്വർഗമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത്. ആ ഉമ്മ വളരെ സ്നേഹത്തോടു കൂടി ആ മകനെ പോറ്റി വളർത്തുകയാണ്. ചെറുപ്രായത്തിൽ നമുക്കറിയാം, മക്കയിൽ അന്ന് ഒരു ആചാരമുണ്ട്. ഖുറൈശികൾക്കിടയിൽ ഫോസ്റ്റർ പാരന്റിങ് നിലനിന്നിരുന്ന ഒരു കാലഘട്ടം. ഫോസ്റ്റർ പാരന്റിങ് എന്ന് പറഞ്ഞാൽ മുലയൂട്ടാൻ മറ്റു ഗോത്രങ്ങളിൽപ്പെട്ട ആളുകൾ വരും. മക്കയിൽ ജനിച്ച കുട്ടികളെ അവരിങ്ങനെ കൂട്ടത്തോടെ വരും. അങ്ങനെ പല ഗോത്രങ്ങളിൽ നിന്നുള്ള ആളുകൾ വന്ന് കുട്ടികളെ അവർ കളക്ട് ചെയ്ത് കൊണ്ടുപോകും. ചെറിയ കുട്ടികളെ മുലയൂട്ടുന്നതിന് വേണ്ടി അവർക്ക് അതിന് ചെറിയ പ്രതിഫലങ്ങളൊക്കെ കിട്ടും. അപ്പോൾ വലിയ വലിയ വീടുകളിലെ കുട്ടികളാവുമ്പോൾ നല്ല രീതിയിൽ പണം കിട്ടും. അങ്ങനെ നബിയെയും അതുപോലെ പോറ്റി വളർത്താൻ വേണ്ടി ആളുകളെ അന്വേഷിച്ച് നിൽക്കുന്ന സമയമാണ്. പക്ഷേ അപ്പോഴും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത് തന്നെ നമുക്കറിയാം യതീമായിട്ടാണ്. അപ്പൊ ആ പേരിങ്ങനെ നിലനിൽക്കുന്നുണ്ട്. യതീമായ കുട്ടി എന്നത് ജനിച്ച് വീണത് മുതൽ നബിയുടെ മേലിൽ ചാർത്തപ്പെട്ടതാണ്. അപ്പോ ഒരു കുട്ടിയെ മുലയൂട്ടാൻ കൊണ്ടുപോകണം, അതിനൊന്നും കൊടുക്കാനുള്ള പാങ്ങില്ല. അങ്ങനെ ആരെങ്കിലും വന്നാൽ തന്നെ കൊണ്ടുപോകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ സംശയമാണ്. അങ്ങനെ കൊണ്ടുപോകുമോ? അങ്ങനെ ഒരു ടീം നമ്മുടെ ബനൂ സഅദ് ഗോത്രത്തിൽ നിന്നും ഒരു ടീം വരികയാണ്. അവര് മക്കയിലെത്തി. 10 അംഗ സംഘം മക്കയിലെത്തി. എല്ലാ വീടുകളിൽ നിന്നും അങ്ങനെ കുട്ടികൾ ജനിച്ച വീടുകൾ തെരഞ്ഞ് അവര് പോയി കുട്ടികളെടുത്തു. അവസാനം അലീമത്ത് സഅദ്, അലീമ ബീവി, അവർക്ക് മാത്രം കുഞ്ഞിനെ കിട്ടിയില്ല. അവരും ഭർത്താവും ഇങ്ങനെ ശങ്കിച്ച് നിൽക്കുകയാണ്. കാരണം അവർ ആ ഗ്രാമീണ പ്രദേശത്ത് നിന്ന് മക്ക നഗരത്തിലേക്ക് വരുന്നു. അവര് കുട്ടിയെ അന്വേഷിക്കുകയാണ്. അവർക്ക് മാത്രം കുട്ടിയെ കിട്ടിയില്ല, ബാക്കിയുള്ള എല്ലാവർക്കും കിട്ടി.
അപ്പൊ ആരോ പറഞ്ഞറിയാണ് ഇങ്ങനെ ഒരു കുട്ടിയുണ്ട്, മുഹമ്മദ് എന്നാണ് പേര് സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഒരു കാര്യമുണ്ട്, എന്താണ്? അനാഥയായ കുട്ടിയാണ്. എന്തെങ്കിലും കിട്ടുമോന്നൊന്ന് അറിഞ്ഞൂടാ. നിങ്ങളൊന്ന് പോയി നോക്കൂ, ചിലപ്പം വല്ലതും കിട്ടിയേക്കാം. അങ്ങനെ ഹലീമ ബീവിയും ഭർത്താവും കൂടെ നബിയുടെ അമീന ബീവിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ എത്തി വീട്ടിലേക്ക് കയറി ആ കുഞ്ഞിനെ കിടത്തി അമീന ബീവിയുടെ മടിയിലേക്ക് ആ കുഞ്ഞിനെ നോക്കുകയാ. ഒമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. നബിയെ, അങ്ങ് ഈ ലോകത്തിന് അനുഗ്രഹമായിട്ടല്ലാതെ നാം പടച്ചിട്ടില്ല. ആ അനുഗ്രഹം നബിയിലുണ്ട്. തന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഏതൊരു മനുഷ്യനും അനുരാഗത്തിന്റെ കോള് മനസ്സിലുണ്ടാകും. നബിയുടെ മുഖത്തേക്ക് ഇങ്ങനെ ആ കുഞ്ഞു മുഖത്തേക്ക്, ആ കുട്ടിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ആ ലാളിത്യത്തിൽ ഇങ്ങനെ പുഞ്ചിരിച്ച് കിടക്കുന്ന ആ പൂമുഖം കണ്ടാൽ, ആ മുഖം കണ്ടാൽ ആരുടെ മനസ്സും ഒന്ന് കുളിർത്തു പോകും. പക്ഷെ ഹലീമ ബീവിക്ക് അപ്പൊന്നും ഒരു കുലുക്കം വന്നിട്ടില്ല. ഹലീമ ബീവി പുറത്തേക്ക് ഇറങ്ങി ഭർത്താവിനോട് പറഞ്ഞു, ആ വീടിന്റെ പരിസരം, വീടിന്റെ അകവും ഒക്കെ കണ്ടപ്പോ അവിടെ നിന്നൊന്നും നമുക്ക് പ്രതീക്ഷിക്കേണ്ട, ഒന്നും കിട്ടൂല ആ കുട്ടിയെ കൊണ്ടുപോയാൽ. പക്ഷെ അവരുടെ ഭർത്താവ് പറഞ്ഞു, ഹലീമ, നമ്മള് 10 ആളുകൾ വന്ന് അവർക്കെല്ലാം 9 പേർക്കും കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ട്. നമ്മള് കുഞ്ഞിനെ ഇല്ലാതെ നമ്മുടെ ഗോത്രത്തിലേക്ക് തിരിച്ചു പോയാൽ, നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു പോയാൽ അവര് കളിയാക്കും, പരിഹസിക്കും. അത് താങ്ങാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് നീ ആ കുഞ്ഞിനെ എടുക്കണം. അവരുടെ ഭർത്താവിന്റെ മനസ്സിലേക്കും അല്ലാഹു അനുരാഗത്തിന്റെ കോള് വർഷിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും മനസ്സോടെ മുഹമ്മദിനെ ഏറ്റെടുക്കുക, സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയെ ഏറ്റെടുക്കുകയാണ്. അങ്ങനെ നബിയെയും കൊണ്ട് അവർ അവരുടെ ഗോത്രത്തിലേക്ക് തിരിക്കുകയാണ്. അങ്ങനെ അവര് ഗോത്രത്തിലേക്ക് പോകുന്ന വഴിയിൽ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഈ ഗോത്രത്തിലേക്ക് കൊണ്ടുപോകുന്നത് നമുക്കറിയാം, നഗരത്തിൽ പഠിച്ച കുട്ടികൾക്ക് ഈ ഗ്രാമീണ പ്രദേശത്തുള്ള കാര്യങ്ങളെ അറിയാനും ചെറുപ്പത്തിലെ അവർക്ക് ജോലിയിൽ തൽപരരാവാനും അതുപോലെ ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള പല കാര്യങ്ങൾ പഠിച്ചെടുക്കുവാനും സംസ്കാരം പഠിക്കുവാനും ശീലങ്ങൾ ഉണ്ടാക്കുവാനൊക്കെ ഈ ആളുകൾ മിടുക്കരാണ്. ഈ ഫോസ്റ്റർ പാരന്റിങ്ങിന് കൊണ്ടുപോകുന്ന ഈ ഗോത്രത്തിൽപ്പെട്ട ആളുകൾ അവരതിന് വലിയതാ. അതും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അബ്ദുൽ മുത്തലിബിനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഈ ഗോത്രങ്ങളിൽപ്പെട്ട ബനൂ സാദിലോ മറ്റേതെങ്കിലും ഗോത്രത്തിൽപ്പെട്ട പ്രത്യേകം പറഞ്ഞ ആ ആളുകൾക്ക് മാത്രമേ മുലയൂട്ടാൻ കൊടുക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഹലീമ ബീവി കുഞ്ഞിനെയുമായി പോവുകയാണ്. തന്റെ ചെറുപ്പത്തിൽ ഹലീമ ബീവി വസതിയിലാകുമ്പോൾ പലവിധ ജബുകൾ കണ്ട നബിയാരിൽ ഹലീമ ബീവി മനം കുളിരാകുന്നു. പ്രവാചക റസൂലുള്ളാഹ് തന്റെ ചെറുപ്പത്തിൽ ഹലീമ ബീവി വസതിയിലാകുമ്പോൾ പലവിധ അജബുകൾ കണ്ട നബിയാരിൽ ഹലീമ ബീവി മനം കുളിരാകുന്നു. അവര് മദീനയിലേക്ക് മക്കയിൽ നിന്ന് ഹലീമ ബീവിയുടെ ഗോത്രത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ വീട്ടിലേക്ക് എത്തി അവിടെ ദാരിദ്ര്യത്തിലാണ്. അവിടെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. കൂടുതലൊന്നും പറയുന്നില്ല, അല്പം ചില കാര്യങ്ങൾ മാത്രം ഓർമ്മിപ്പിക്കുകയാണ്. അവിടെ ആ പ്രദേശത്ത് പുല്ലുകളൊന്നും മുളയ്ക്കാതെ, വെള്ളമില്ലാതെ വറ്റി വരണ്ട് കിടക്കുന്ന ആ ഗോത്രം, പട്ടിണിയാണ്, വറുതിയാണ്, കറവയില്ലാത്ത ആടുകൾ, ഒട്ടിയുണങ്ങിയ ഒട്ടകങ്ങൾ, ശരീരം ഒട്ടിയുണങ്ങിയ ഒട്ടകങ്ങൾ, ഭക്ഷണമില്ല, അവർക്ക് കൊടുക്കാൻ വെള്ളമില്ല. അങ്ങനെയുള്ള ഒരു ഗോത്രത്തിലേക്കാണ് ഇവർ കുഞ്ഞിനെയുമായി വരുന്നത്. വീട്ടിലേക്ക് വന്ന് കയറി, അത്ഭുതമെന്ന് പറയട്ടെ, അവിടെ ഉണ്ടായിരുന്ന കറവയില്ലാത്ത ആടുകൾക്കൊക്കെ കറവ ഉണ്ടാവാൻ തുടങ്ങി. അവിടെ പുല്ലില്ലാത്ത പ്രദേശത്തൊക്കെ പുല്ല് മുളക്കാൻ തുടങ്ങി. ഒരു പറ്റം ആടുകളെ മേച്ചിടുന്ന പുതുമാ ഒരുമിച്ച് ഹലീമ ബീവി വലിയവർ പെരുമാ. ഒരു പറ്റം ആടുകളെ മേച്ചിടുന്ന പുതുമാ ഒരുമിച്ച് ഹലീമ ബീവി വലിയവർ പെരുമാ. ഒരു ദിനം മേച്ചിടുമ്പോൾ ഉള്ള കഥ മഹിമ
മഹിമപ്പൊൻ പുതുമ പുതുമപ്പൊൻ മഹിമ മഹിമപ്പൊൻ പുതുമ പുതുമപ്പൊൻ മഹിമ പ്രവാചക റസൂലുള്ള തന്റെ ചെറുപ്പത്തിൽ ഹലിമാബി വസതിയിലാകുമ്പോൾ പലവിധ അജബുകൾ കണ്ട നബിയാരിൽ ഹലിമാബി മനം കുളിരാകുന്നു. ഹലിമാബിയുടെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരുകയാണ്. അങ്ങനെ വളർന്ന് കുറച്ച് പ്രായമാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തേക്കൊക്കെ ഇറങ്ങി നടക്കാൻ പ്രായമായി. അങ്ങനെ പുറത്തേക്ക് അവിടെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് ആ ഗോത്രത്തിൽ ഇണങ്ങിച്ചേർന്ന് ജീവിക്കുകയാണ്. അവിടെ ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുകയാണ്. ആ പ്രദേശത്ത് ഒരുപാട് പുഷ്ടി ഉണ്ടാവുകയാണ്. അവരുടെ വീട്ടിലുള്ള പട്ടിണി മാറുന്നു, വറുതി മാറുകയാണ്. അങ്ങനെ ഒരു ദിവസം അത് സംഭവിക്കുകയാണ്. അരുമപ്പൂ നബിയോരെ നേരെ അടുക്കുമ്പോൾ മൗത്തുക്കൾ നബിയാരെ നോക്കുന്നു. അരുമപ്പൂ റസൂലിനെ വേഗം അവർ മൂന്ന് മലർത്തിക്കിടത്തി നെഞ്ച് കീറുന്നു. കീറിടുന്ന നെഞ്ചിൽ നിന്നും ഹൃദയത്തെ എടുത്ത് കറുത്തൊരു നീണക്കട്ട കളഞ്ഞവർ പുറത്ത്. കാഴ്ച കണ്ട് റംലത്ത് ഓടി വീടിനകത്ത്. ഹലിമാബിനടുത്ത് കഥയായിരുത്തി. ഹലിമാബിനടുത്ത് കഥയായിരുത്തി. അടുക്കും മുമ്പവർ നബി തൻ്റെ ഹൃദയത്തിൽ ഹിമവെള്ളം കൊണ്ട് കഴുകിയിടുന്നു. അരുമപ്പൂ റസൂലാരെ ഖൽബ് ശുദ്ധിയാക്കി പിളർന്നുള്ള സ്ഥലം മുറി കൂടുന്നു. റസൂലുള്ള തന്റെ ചെറുപ്പത്തിൽ ഹലിമാബി വസതിയിലാകുമ്പോൾ പലവിധ അജബുകൾ കണ്ട നബിയാരിൽ ഹലിമാബി മനം കുളിരാകുന്നു. അതെ, നബിയും അന്ന് ഹലിമ ബീവി മുലയൂട്ടി വളർത്തുന്ന അബ്ദുള്ള എന്ന ഒരു കുട്ടിയുമുണ്ട്. സഹോദരന് തുല്യമാണ് നബിക്ക്. അവർ രണ്ടുപേരും ഇങ്ങനെ ആടിനെ മേച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ സംഭവം ഉണ്ടാകുന്നത്. രണ്ടാളുകൾ വരികയാണ്. വെള്ള വസ്ത്രധാരികളായ രണ്ടുപേര് വന്ന് നബിയെ എടുത്തു കൊണ്ടുപോയി അപ്പുറത്ത് കിടത്തിക്കൊണ്ട്, നമുക്ക് ആ സംഭവമൊക്കെ അറിയാം. നബിയുടെ നെഞ്ച് കയറി ഹൃദയത്തെ പുറത്തെടുത്ത് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളവും കഴുകി വൃത്തിയാക്കി അത് തിരിച്ച് അതുപോലെ തുന്നി. നബി ഈ സംഭവമൊക്കെ അബ്ദുള്ള കണ്ട് പേടിച്ച് വിറച്ച് ഹലിമ ബീവിയുടെ അടുത്ത് പോയി പറയുകയാണ്, ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിട്ടുണ്ട്. 2 വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തിരിച്ച് ഹലിമ ബീവിയുടെ വീട്ടിലേക്ക് വരികയാണ്. തിരിച്ചു വന്നു, ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞു. ആ സമയത്ത് ഹലിമ ബീവി കൂടെ അവരുടെ 6 വയസ്സായ ഷൈമ എന്ന മകളുമുണ്ട്. അവർ ഓടി ചെല്ലുകയാണ്. എന്താണ് സംഭവിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ കിടക്കുന്നുണ്ട്. നബിയെ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് വന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോ നബി ആകെ പേടിച്ചിട്ടുണ്ട്. ആ സമയമൊക്കെ കഴിഞ്ഞപ്പോ ചോദിക്കുകയാണ്, എന്താണ് ഉണ്ടായത്? ഹലിമ ബീവിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് മുതൽ അവിടെ ഒരുപാട് അത്ഭുതങ്ങൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇതിലൊരു പ്രത്യേകിച്ച് ഒരു പുതുമയും തോന്നിയില്ല. പക്ഷേ ഹൃദയമെടുത്ത് ശുദ്ധിയാക്കി നബിയുടെ കൽബ് ശുദ്ധിയാക്കുന്ന ദിവസം, അന്ന് മുതൽ, ആ സമയം മുതൽ പിന്നീട് പ്രവാചകൻ ഒരു കളവ് പോലും പറഞ്ഞിട്ടില്ല. അൽ അമീനായി വളരുകയായിരുന്നു. അതൊരു തുടക്കമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഹൃദയശുദ്ധിയോടുകൂടി പിന്നീട് അങ്ങോട്ടുള്ള പ്രവാചകന്റെ പ്രയാണം, പ്രവാചകനാകുന്നത് വരെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദീനെ ഓത്തിനായച്ചില്ല. ഓ മനിക്കാൻ ബാപ്പ വേണം, ബാപ്പ ജീവിപ്പില്ല. മുഹമ്മദീനെ ഓത്തിനായച്ചില്ല.
ഹലീമ ബീവി 2 വർഷം മുലയൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരിക്കൽ തിരിച്ച് മക്കയിലേക്ക് കൊണ്ടുവരികയാണ്. ആമിന ബീവിയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. ആ സമയത്ത് മക്കയിൽ പ്ലേഗ് ഉണ്ട്, അവിടെ ഒരു പനി ബാധിച്ചിട്ടുണ്ട്, പകർച്ചവ്യാധിയുണ്ട്. പേടിച്ചിട്ട് വീണ്ടും ഹലീമ ബീവിയുടെ അടുത്തേക്ക് തന്നെ നിങ്ങൾ തന്നെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് നബിയെ വീണ്ടും പറഞ്ഞേക്കുകയാണ്. ബനൂ സാദ് ഗോത്രത്തിലേക്ക് വീണ്ടും ദുഃഖം കാട്ടിടാതെ ഓമനിച്ചണച്ച് ആമിന ബീ പൂമകനിൽ ചുംബനമണച്ച് ഏറ്റ ദുഃഖം കാട്ടിടാതെ ഓമനിച്ചണച്ച് ആമിന ബീ പൂമകനിൽ ചുംബനമണച്ച് വീണ്ടും 2 വർഷവും കൂടെ ഹലീമ ബീവിയുടെ അടുത്ത് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിയുകയാണ്. അവിടുന്ന് വീണ്ടും മക്കയിലെ ആമിന ബീവിയുടെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ ആമിന ബീവി വളർത്തുകയാണ്. സ്നേഹം നൽകി, വാത്സല്യം നൽകി, ഒരു ഉമ്മ നൽകേണ്ട സ്നേഹം നൽകി. എങ്ങനെയാണ് ഒരു മകനെ വളർത്തേണ്ടത്, ആ രീതിയിൽ വളർത്തി. മകൻ അതിലേറെ സ്നേഹം തിരിച്ചു നൽകി. ഇന്ന് കിടക്കുന്ന കിടക്കയിൽ സ്വന്തം മകനെ പേടിക്കേണ്ട അവസ്ഥയിലേക്ക് ഇന്ന് നമ്മുടെ നാട് മാറിയിരിക്കുക. ഏത് സമയത്താണ് പ്രഹരമേറ്റ് മരിക്കുക എന്നൊന്നും പിടിയില്ല. രോഗിയായി കിടക്കുന്ന ഉമ്മയെ തലക്കടിച്ചു കൊല്ലുന്ന മക്കളുള്ള നാടാണ് നമ്മുടെ നാട്. അന്ന് ഡാർക്ക് ഏജ് ജാഹിലിയ കാലഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് അതിനേക്കാൾ ഭയാനകമായ രീതിയിലുള്ള കാലഘട്ടമായി മാറിയിരിക്കുകയാണ്. സ്വന്തം മകൻ ഉമ്മയെ കൊല്ലുന്നു. നമുക്ക് മുന്നിൽ ദിനം ദിനം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വർദ്ധിച്ചു വരികയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മളെ മക്കളൊക്കെ സ്വാലിഹായ സന്താനങ്ങളാക്കി അള്ളാഹു മാറ്റി തരട്ടെ. നല്ല ബുദ്ധിയുള്ള, നല്ല സംസ്കാരമുള്ള, വിവേകത്തോടു കൂടി ജീവിക്കാനുള്ള കഴിവ് നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സാന്ദർഭികമായി സൂചിപ്പിച്ചതാണ്. അങ്ങനെ ആമിന ബീവിയുടെ അടുത്തേക്ക് വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരികയാണ്. നബിയെയും കൂട്ടി തന്റെ കുടുംബങ്ങളിലേക്ക് ആമിന ബീവി പോവുകയാണ്. ബനൂ നജ്ജാർ കുടുംബങ്ങളിലേക്ക്, ഗോത്രത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ പോയി അവിടെയുള്ള കുടുംബങ്ങളൊക്കെ സന്ദർശിച്ച് അവിടെ കുറച്ചു കാലം താമസിച്ചതിന് ശേഷം തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാവിന്റെ ഖബറൊക്കെ സന്ദർശനം നടത്തി അവര് തിരിച്ച് മക്കയിലേക്ക് തന്നെ വരികയാണ്. അങ്ങിനെ കാലം കഴിയും കാലമോരു നാളിൽ ആമിന ബിയും മകനെ വിട്ടുപോയി വിണ്ണിൽ. അങ്ങിനെ കാലം കഴിയും കാലമോരു നാളിൽ ആമിന ബിയും മകനെ വിട്ടുപോയി വിണ്ണിൽ. ആരുമില്ലാതേകനായി ഭൂമിയിൽ നബിയുള്ള 6 വയസ്സായ കാല താറ്റലർ നബിയുള്ള. അങ്ങനെ വരുന്ന വഴിയിൽ എന്ന സ്ഥലത്തെത്തിയപ്പോ മഹദിക്ക് രോഗം മൂർച്ഛിക്കുകയാണ്. അവിടെ അവര് കൈമ കെട്ടി വിശ്രമിക്കുകയാണ്. ആമിന ബീവിയുടെ വഫാത്തിലേക്ക് നയിച്ച ആ സുഖം. പുന്നാര മകനുണ്ട്, ലാളിച്ചു കൊതി തീർന്നിട്ടില്ല, പിഞ്ചു മകനാണ്. നബിക്ക് അന്ന് 6 വയസ്സിലേക്ക് അടക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ സങ്കടമുണ്ട്. ഉപ്പയില്ല, അനാഥമാണ്. ആര് നോക്കും? ഞാൻ മരണപ്പെട്ടു പോയാൽ എൻ്റെ മകനെ നോക്കാൻ ആരാണുള്ളത്? ഒരു പിടിയുമില്ല. വളരെ വേവലാതിപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ്. യതീമായി വളർന്ന് യതീം എന്ന പേരുമായി ഇപ്പോഴും നടക്കുന്ന എൻ്റെ പൊന്നുമകൻ. ഭൂതലം പൂക്കുന്ന മുമ്പേ ബാപ്പയും പിരിഞ്ഞു. ബാലനായി വരുന്ന കാലം ഉമ്മയും പിരിഞ്ഞു. ഭൂതലം
ബാലനായി വരുന്ന കാലം ഉമ്മയും പിരിഞ്ഞു. ആരുമാരും ഓമനിച്ചില്ലെങ്കിലും വളർന്നു. ആടലൊന്നില്ലാടുമേച്ച കൊച്ചുമോൻ വളർന്നു. ഓത്തുപള്ളിയിലോതിയില്ല എങ്കിലും ആ ബാലൻ ഓർത്തിടാതെ പോലുമൊറ്റ കള്ളമോതിയില്ല. ഓത്തുപള്ളിയിലോതിയില്ല എങ്കിലും ആ ബാലൻ ഓർത്തിടാതെ പോലുമൊറ്റ കള്ളമോതിയില്ല. നേരുമാത്രം ചൊന്നതാലെ സത്യവാനാ ബാലൻ നേടിയല്ല മീനതെന്ന ഖ്യാതി സത്യശീലൻ. നേരുമാത്രം ചൊന്നതാലെ സത്യവാനാ ബാലൻ നേടിയല്ല മീനതെന്ന ഖ്യാതി സത്യശീലൻ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തനിച്ചാക്കിക്കൊണ്ട് ആമിന ബീവി ഈ ലോകത്തോട് വിട പറയുകയാണ്. 6 വയസ്സാണ് നബിക്ക് പ്രായം. ആ കൈമയിൽ വെച്ച് അബവാവിൽ വെച്ച് മഹദി വഫാത്താവുകയാണ്. പിന്നെ കൂടെ ഉണ്ടായിരുന്നത് ഒരു വൃത്തായിരുന്ന ഉമ്മു ഐമനാണ്. അവരുടെ കൂടെ സഹായത്തിനായി ഉണ്ടായിരുന്നവരാണ്. അവര് നേരെ നബിയെയും കൂട്ടി യതീമായി ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ആ അല്ലമീനായ, ആ സുന്ദരനായ, സുമുഖനായ, ആര് നോക്കിയാലും വദനസുന്ദരമായി അനുരാഗത്തിന്റെ കോള് നമ്മുടെ മനസ്സിലേക്ക് വർഷിക്കുന്ന ആ സുന്ദരമുഖം മുത്തു മുഹമ്മദ് മുസ്തഫ, ലോകൈക ഗുരു, നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അങ്ങനെ അവരെയും കൂട്ടി അബ്ദുൽ മുത്തലിബിന്റെ അടുത്തേക്ക് ഉമ്മു ഐമൻ പോവുകയാണ്. അബ്ദുൽ മുത്തലിബിനെ ഏൽപ്പിക്കുന്നു. പിന്നെ തന്റെ വല്ലിപ്പയോടൊപ്പമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു കള്ളവും ഓതാതെ ആ സമയത്ത് തന്നെ അൽ അമീൻ എന്നുള്ള പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമ്പാദിച്ചിരുന്നു. ചെറുപ്രായത്തിൽ തന്നെ. ഈ സമയത്തൊക്കെ നമ്മൾ ഓർക്കണം, പ്രവാചകനായിട്ടില്ല, അള്ളാഹുവിന്റെ ദൂതനായിട്ടില്ല. പ്രവാചകന്റെ ഒരു സവിശേഷത പോലും ആ സമയത്ത് അള്ളാഹു നൽകിയിട്ടില്ല. നുബുവത്തൊന്നും കിട്ടിയിട്ടില്ല. ഈ സമയത്ത് പോലും ഒരു മുസ്ലിമായ മനുഷ്യൻ എങ്ങനെയാണോ ജീവിക്കേണ്ടത്, ഒരു കുഞ്ഞു ബാലൻ ഇസ്ലാമായ ഒരാൾ ചെറുപ്പം മുതൽ എങ്ങനെ ജീവിച്ചു പോരണം എന്നുള്ള ആ മാതൃക ആ കാലം മുതലേ നബിയിൽ കണ്ടു തുടങ്ങിയിരുന്നു. മറ്റു കുഞ്ഞുങ്ങളിൽ, മക്കയിലുള്ള മറ്റു കുട്ടികളിൽ ഇല്ലാത്ത ഒരു പ്രത്യേക ഒരു സ്വഭാവം നബിയിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ തന്റെ വല്ലിപ്പയോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കാലം കഴിഞ്ഞു പോവുകയാണ്. പിതാമഹൻ എല്ലാം നൽകി, തന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള എല്ലാം നൽകി. 2 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹവും ഈ ലോകത്തോട് വിട പറയുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹവും ഈ ലോകത്തോട് വിട പറഞ്ഞു. തന്റെ ഉമ്മ മരിച്ചപ്പോ എങ്ങനെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റപ്പെട്ടതുപോലെ തോന്നിയത്, അതുപോലെ വീണ്ടും താൻ അനാഥമായി എന്ത് ചെയ്യണമെന്നറിയാതെ വലിയ സങ്കടത്തിൽ നിൽക്കുകയാണ്. കാരണം തന്റെ ഉപ്പയുടെ സ്ഥാനം നൽകി, ഒരു വല്ലിപ്പയുടെ സ്ഥാനം നൽകി, എല്ലാം നൽകിക്കൊണ്ട് തങ്ങളെ പോറ്റി വളർത്തിയ തങ്ങളുടെ വല്ലിപ്പ മരണപ്പെട്ടിരിക്കുകയാണ്. ഇനി ആരാണ് എനിക്ക്? അതിനു മുമ്പേ, അദ്ദേഹം അസുഖമാവുന്നതിന് മുമ്പേ അബ്ദുൽ മുത്തലിബ് തന്റെ മകനായിരുന്ന അബ്ദുള്ളയുടെ സഹോദരനായിരുന്ന നബിയുടെ എളാപ്പയായിരുന്ന അബൂ തോലിബിനെ തന്റെ വസിയത്ത് പ്രകാരം, ഞാൻ മരണപ്പെട്ടാൽ മുഹമ്മദിനെ നിന്റെ മകളെക്കാൾ സ്ഥാനം കൊടുത്ത്, നിന്റെ മക്കളെക്കാൾ സ്ഥാനം കൊടുത്ത് നീ വളർത്തണമെന്ന് ഉപ്പ മകനോട് പറഞ്ഞിട്ടാണ് അബ്ദുൽ മുത്തലിബ് ഈ ലോകത്തോട് വിട പറയുന്നത്. അങ്ങനെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എളാപ്പയുടെ അബൂ തോലിബിന്റെ വീട്ടിലാണ് വളരുന്നത്. അബൂ തോലിബിനോടൊപ്പം വളരുകയാണ്. വളർച്ച എന്ന് പറയുന്നത് വളരെ വേഗതയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടിത്തത്തിൽ നിന്ന് യൗവനത്തിലേക്ക് എത്തി. പല ജോലികൾ അതിനിടയിൽ ചെയ്യുന്നുണ്ട്, ഒരുപാട് ജോലികൾ ചെയ്യുന്നുണ്ട്. ആടിനെ മേയ്ക്കിച്ചും
പല സ്ഥലങ്ങളിലേക്ക് കച്ചവടത്തിനൊക്കെ പോയിട്ടും അങ്ങനെ പല രീതിയിലുള്ള ജോലികളൊക്കെ ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഇങ്ങനെ വളരുകയാണ്. നബിയുടെ ഖ്യാതി മക്കയിൽ പരക്കുകയാണ്. ഒരു മുഹമ്മദ് എന്നൊരാളുണ്ട്, മുഹമ്മദ് എന്നൊരു പയ്യനുണ്ട്, ചെറുപ്പക്കാരുണ്ട്, ഒരു യുവാവുണ്ട്. എന്തിനും യോഗ്യനാണ്. എന്ത് കാര്യവും വളരെ വിശ്വസ്തയോടുകൂടി ഏൽപ്പിക്കാം, എന്ത് കാര്യങ്ങളും ഏൽപ്പിക്കാം. വളരെ സുതാര്യമായി അദ്ദേഹം അത് കൈകാര്യം ചെയ്യും. ഇങ്ങനെ ഉള്ള വാർത്ത മക്കയിൽ ആകമാനം ഇങ്ങനെ പൊട്ടിപ്പുറപ്പെട്ടു. മുഹമ്മദ് എന്ന അത്ഭുതങ്ങളൊന്നും കാണിക്കുന്നില്ലെങ്കിലും എല്ലാം തികഞ്ഞ ഒരു മനുഷ്യൻ ഉണ്ട് എന്നിങ്ങനെ ഖ്യാതി പരക്കാൻ തുടങ്ങി മക്കയില്. അത് വേറൊരാൾ അറിയുകയാണ്. ആരാണെന്നല്ലേ? മഹദി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ. മഹദി ആ സമയത്ത് മക്കയിലെ രാജാത്തിയായി കഴിയുന്ന കാലഘട്ടമാണ്. എല്ലാ സ്ഥലങ്ങളിലും കച്ചവടത്തിനൊക്കെ ആളയക്കുന്ന കുബ്ര എന്ന് പറഞ്ഞ നഗരങ്ങളുടെ മാതാവ് എന്നാണ്. അങ്ങനെ തന്നെയല്ലേ അവിടെ ഇരിക്കുന്നത്? അങ്ങനെയാണ് ഖദീജത്തുൽ കുബ്ര എന്നുള്ള പേര്. അങ്ങനെ മഹദി ഈ വിവരം അറിയുകയാണ്, ഇങ്ങനെ ഒരു സത്യസന്ധനായ ഒരാളുണ്ട്. മഹദി എല്ലാ സമയത്തും ഷാമിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ കച്ചവടത്തിന് ആളുകളെ പറഞ്ഞയക്കാറുണ്ട്. അവിടെയുള്ള ആളുകളൊക്കെ പോവാറുണ്ട്, കച്ചവടം ലാഭവുമായൊക്കെ തിരിച്ചു വരാറുണ്ട്. ചിലപ്പോൾ നഷ്ടമായിരിക്കാം, ചിലപ്പോൾ ലാഭമായിരിക്കാം, അങ്ങനെ തിരിച്ചു വരാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പരീക്ഷണം നടത്തുകയാണ്. മുഹമ്മദിനെ ഒന്ന് വിളിക്കാം. അങ്ങനെ ആരോ പറഞ്ഞു, മാണിക്യമലരായ പൂവി മഹദിയാൾ ഖദീജ ബീവി, മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി, വിലസിടും നാരി. മാണിക്യമലരായ പൂവി മഹദിയാൾ ഖദീജ ബീവി, മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി, വിലസിടും നാരി. ഹാത്തിമുൻ നബിയെ വിളിച്ച് കച്ചവടത്തിനയച്ച്, കണ്ട നേരം കൽബിനുള്ളിൽ മോഹമോദിച്ചു, മോഹമോദിച്ചു. കച്ചവടവും കഴിഞ്ഞ് മുത്ത് റസൂലുള്ള വന്ന് കല്യാണാലോചനയ്ക്കായി ബീവി തൂനിഞ്ഞു, ബീവി തൂനിഞ്ഞു. മാണിക്യമലരായ പൂവി മഹദിയാൾ ഖദീജ ബീവി, മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും